ഈ ഫാം എന്ന് പറയണേ കാലടി മറ്റൂർ താമസിക്കുന്ന രാജൻ ചേട്ടന്റെ ഫാമാണത്, ഫ്രണ്ട്സ് ഫിഷ് ഫാം. ആദ്യം രാജേട്ടൻ നടത്തിക്കൊണ്ടിരുന്നത് രാജേട്ടന്റെ വീടിനോട് ചേർന്നുള്ളതായിരുന്നു കുറെ വർഷങ്ങളായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം രാജേട്ടൻ നമ്മുടെ പെരുമ്പാവൂരിൽ നിന്നും മൂവാറ്റുപുഴ KSRTC റൂട്ട്, അതായത് പെരുമ്പാവൂരിൽ നിന്നും കറക്റ്റ് ഒരു 6.5-7 കിലോമീറ്റർ അടുത്ത് വരുന്ന മെയിൻ റോഡ് MC റോഡിന്റെ സൈഡിനോട് ചേർന്ന കീഴിലം കനാൽ സ്റ്റോപ്പിലാണ് ഈ ഫ്രണ്ട്സ് ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്നത്. രാജൻ ഇവിടെ വന്ന് വാങ്ങിച്ചത് 2003 കാലഘട്ടങ്ങളിലാണ്. ഞാൻ ഇവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. റിസപ്ഷനിൽ അവിടെ അമ്പിളി എന്ന് പറഞ്ഞൊരു സ്റ്റാഫുണ്ട് അവിടെ. ഞാൻ വന്നിട്ട് 12 വർഷമായി. എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. പക്ഷെ നമുക്ക് ഈ ഫീൽഡ് ഇറങ്ങണമെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ ഇറങ്ങാവൂ, അല്ലാത്തൊരു ഫീൽഡിൽ ഇറങ്ങരുത്. കുറച്ച് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനും പിന്നെ അറിയാനും മീനെ വളർത്തുന്നതും പരിചരിക്കുന്നതും താല്പര്യമുള്ളത്, നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ളവർ, നമ്മൾ ഏത് ഫീൽഡായാലും ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡിൽ ഇറങ്ങാവൂ, എന്നാലേ സക്സസ് ആവുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഫാമിന്റെ ഓണറായ രാജൻ ചേട്ടൻ. രാജൻ ചേട്ടന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, അതായത് പുള്ളി തുടങ്ങിയ കാലങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു ആഗ്രഹം തുടങ്ങിയ സമയത്ത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എന്തോരം ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, സ്ഥലം വരെ ജപ്തി ചെയ്ത് പോയ വ്യക്തിയാണ് ഇതിന്റെ ഓണർ രാജൻ. പുള്ളി അവിടെ നിന്നും ഇതിനോട് താല്പര്യം കൊണ്ട് അതായത് പരാജയത്തിൽ നിന്നും ഉന്നതിയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് രാജൻ ചേട്ടൻ. എപ്പോഴും ഞങ്ങൾക്ക് പുള്ളിനെ കുറിച്ച് എപ്പോഴും ഞങ്ങൾക്ക് ബഹുമാനിക്കാം രാജൻ ചേട്ടനെ കുറിച്ച്. ആ ഫീൽഡിൽ നിന്നും കരകയറി ഇത്രത്തോളം വളർത്തി ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫാമാണ്. കേരളത്തിലെ സകല കടക്കാരും, എനിക്ക് തോന്നുന്നു ഒരു 75-80% കടക്കാരും ഇവിടെ വന്ന മീൻ കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ ഈ ഫാമില് എല്ലാ വിധത്തിലുള്ള ആക്സസറി സാധനങ്ങൾ, നമ്മളൊരു മീൻ വളർത്തണമെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ, അതായത് പമ്പുകള്, മോട്ടറുകള്, പിന്നെ സബ്മേഴ്സിബിൾ ഹീറ്ററുകള്, തീറ്റകള്, മീനുകൾ കൊടുക്കുന്ന പലതരത്തിലുള്ള ഗ്ലോബുകള്, എല്ലാം അക്വേറിയം ഷോപ്പിൽ നമുക്ക് സെയിൽ വെക്കാൻ പാകത്തിനുള്ള എല്ലാ സാധനങ്ങളും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ പല മീനും പല റേറ്റാണ്. കാരണം മീൻ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫിഷസ് ഉണ്ട്, ഗപ്പീസ് മുതലുള്ളതൊക്കെ റേറ്റ് കുറവായിരിക്കും. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പോണത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള അക്വേറിയം ഷോപ്പുകാർക്ക് ഇവിടെ അവർക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ തരത്തിലുള്ള നമ്മൾ സെയിലായിരിക്കും ഇവിടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഗോൾഡ്, എഞ്ചില്, കാർപ്പ്, അരോണ, അരാപ്പൈമ, പലതരത്തിലുള്ള ഗപ്പീസുകൾ, ഫൈറ്റർ ഫിഷ്, പിന്നെ റെപ്റ്റൈൽ കാറ്റ് ഫിഷ്, ഷവൽ നോസ്, ഗോൾഡിന്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്, സക്കർ, അങ്ങനെയുള്ള കുറെ മത്സ്യങ്ങളുണ്ട്. അതിന്റെ നമുക്ക് തീരെ പൊടിക്കുഞ്ഞുങ്ങൾ നമ്മൾ ഇവിടെ ഇല്ല. പൊടിക്കുഞ്ഞുങ്ങളെ നമ്മൾ പോണ്ടിലേക്ക് ഇറക്കിയിട്ട് സ്പോൺ സൈസ് ഇറക്കിയിട്ട് അത് കുറച്ച് വലിപ്പം വെച്ച് കേടെല്ലാം തീർന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പം അന്നേരം ആ സമയത്തുള്ള റേറ്റ് നമ്മളിത്. കോവിഡിന്റെ സമയത്ത് ഒരുപാട് പേര് നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ വയ്യാതെ വീടുകളിലൊക്കെ ഇരുന്നവർക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു. ഫാമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സെയിലായിരുന്നു ഇവിടെ. കാരണം അത്യാവശ്യമുള്ളവരെല്ലാവരും ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയായിരുന്നു. അതായത് നമ്മുടെ ഈ ഒരു ഒക്ടോബർ നവംബർ വരെ ടൈം പാസിന് വേണ്ടിയിട്ട് വീടുകളിലായാലും കുറച്ച് അല്ലെങ്കിൽ ഒരു ഗപ്പീസോ അല്ലെങ്കിൽ കുറച്ച് ഗോൾഡോ അലങ്കാര മത്സ്യങ്ങളൊക്കെ കൊണ്ടുവരുമായിരുന്നു. പിന്നെ ഒരുപാട് കടക്കാർ, അക്വേറിയം ഷോപ്പുകാർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയായിരുന്നു. ഇവിടെ ഞങ്ങളുടെ ഫാമിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സെയിലായിരുന്നു ഈ ഒരു 5-6 മാസം. ബ്രീഡിങ്ങിന്റെ കാര്യം നമ്മൾ ചോദിച്ചാൽ നാച്ചുറലായിട്ട് ബ്രീഡ് ചെയ്യുന്ന ഫിഷും ഉണ്ട്, ആർട്ടിഫിഷ്യൽ ബ്രീഡിങ്ങും ഉണ്ട്. ഇവിടെ ഞങ്ങൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന മീൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗൗര. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറയാനായിട്ട് നമ്മുടെ ഇവിടെ ഈ ഫ്രണ്ട്സ് ഫിഷ് ഫാമിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സിൽവർ അരോണ എന്ന മീനെ ബ്രീഡ് ചെയ്ത് അതിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങളിവിടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തത്. അരോണ ഫിഷ് എന്ന് പറയും, സിൽവർ അരോണ. ചൈനീസ് ഫിഷിന്റെ, ചൈനക്കാരുടെ ഒരു ഫിഷാണത്. ബാക്കിയുള്ള മീനുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ബ്രീഡ് ആവാത്ത മീനുകളാണ്. പ്രത്യേകിച്ച് എഡിബിളായിട്ടുള്ളത് പിന്നെ ഈ കട്ട്ല, റോഹു, ഗ്രാസ് കാർപ്പ്, ടൈഗർ ഷാർക്ക്. ഗൗര എന്ന് പറഞ്ഞ 2-3 ടൈപ്പ് ഉണ്ട്. ബ്ലാക്ക് ഗൗര ഉണ്ട്, ബ്ലാക്ക് ജൈന്റ് ഗൗര എന്ന് പറയുന്നത്, അതാണ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ബ്ലാക്ക് ഐ വിത്ത് വൈറ്റ് ഗൗര, അതും റെഡ് ഐ വിത്ത് വൈറ്റ് ഗൗരയും ഓർണമെന്റലിന്റെ കൂട്ടത്തിലാണ് പോണത്. ഇതൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കണം മീനാണ്. പിന്നെന്ന് പറയണത് ഗപ്പീസ്, ഏഞ്ചല്, ഇതൊക്കെ നാച്ചുറൽ ബ്രീഡാണ്. എഡിബിളായിട്ടുള്ളതെന്ന് പറയാനായിട്ട് ഓസ്കാറും നാച്ചുറലായിട്ട് ബ്രീഡാകുമ്പോൾ, ടൈഗർ ഷാർക്ക്, ഈ കട്ട്ല, റോഹു, ഗ്രാസ് കാർപ്പ്, മൃഗാള്, ഇതിന്റെ നമുക്ക് സ്പോൺ ഫിഷ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരും. നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അത് നമുക്കിവിടെ ബ്രീഡ് ആവില്ല. അത് പുറത്തുനിന്ന് അതിന്റെ
അതിന്റെ സീഡ് നമുക്ക് വരുന്നത്. പുറത്തുനിന്ന് വരുന്ന സീഡ് ഇപ്പം നമ്മളൊരു 50,000 1 ലക്ഷം കുഞ്ഞുങ്ങളെ നമ്മൾ ഇറക്കിയാൽ നാച്ചുറൽ പോണ്ടിലേക്ക് ഇടും. നിക്ഷേപിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 ദിവസം കഴിയുമ്പോൾ കോരി നമുക്ക് സെയിൽ ചെയ്യാം. പിന്നെ ഈ സിലോപ്പിയുടെ കുറേ വകഭേദങ്ങളൊക്കെ ഉണ്ട്. ഈ ഗിഫ്റ്റ് സിലോപ്പി, MST, ഇപ്പോൾ ഒരു പുതിയ തരം ഇറങ്ങിയിട്ടുണ്ട്, ചിത്രലാടാന്നും പറഞ്ഞ് ഒരു പുതിയ ഇറങ്ങിയിട്ടുണ്ട്. അതിന് അതിൻ്റെ ഗ്രോത്ത് ഭയങ്കര സ്പീഡാണ്. അരാപ്പയമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ഫിഷാണ്. അതിന്റെ തൂക്കം എന്ന് പറയുന്നത് 250-300 വരെ ഒന്നും വരും എന്നാ പറയണേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കിടക്കണ ആമസോൺ ലേക്കിൽ വളരുന്ന മീനാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറയാം. അവിടെ എന്ന് പറഞ്ഞാൽ ആമസോണിന്റെ വനാന്തരത്തിൽ കിടക്കുന്ന ഈ കാട്ടുവർഗ്ഗക്കാർ അവരിതിനെ അമ്പെയ്തായി മീൻ പിടിക്കണേ. അത് ചുട്ട് കഴിക്കുക. പിന്നെ അതിന്റെ ഒരു അതായത് വലുതാകുമ്പോൾ അതിനെ കാണാൻ നല്ല ഭംഗിയാണ്. റെഡിഷ് കളർ പോലെ വരും അതിന്റെ മീനിന് പുറത്ത്. അതിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് നോൺ വെജ് മാത്രമേ കഴിക്കുകയുള്ളൂ. നോൺ വെജ് എന്ത് കൊടുത്താലും അവർ കഴിക്കും. എയർ ബ്രീത്തിങ് ആണ്, അതാണ് അതിന്റെ മെയിൻ. ഓക്സിജൻ ഒന്നും കൊടുക്കണ്ട, എയർ മേളിൽ വന്ന് എയർ എടുത്തുകൊണ്ട് വയ്ക്കും. ഒത്തിരി കോസ്റ്റ്ലി ഫിഷാണ്. അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു 400-400 ഒക്കെ വരും. ഒരു 4 ഇഞ്ച് വരാൻ പാകത്തിന്. അത് നമ്മൾ സാധാരണക്കാരെ കൊണ്ടൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. അത് കാരണം അപ്പോൾ നോൺ വെജ് എപ്പോഴും വേണം. അത് വലുതായിക്കൊണ്ട് തിരിച്ച് കൂടുതൽ വേണം. കാണാൻ നല്ല ഭംഗിയാണ്. കാണാൻ മീനിന്റെ പ്രത്യേകത എന്ന് പറയണം. തൂക്ക് പ്ലീസ് അത് മീൻ നമ്മുടെ ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് 100-150 കിലോ 200 കിലോ ഒക്കെ ആവണമെങ്കിൽ പെട്ടെന്ന് അതിന്റെ ഗ്രോത്ത് ആവണമെങ്കിൽ ഒരു 50 സെന്റ് കുളത്തിൽ ഇടണം അതിന്. ഇവിടെ ഞങ്ങൾ ഒരു 10 വർഷത്തോളം ആക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു 120 കിട്ടുള്ളൂ. കാരണം 120 കിട്ടാൻ കാരണമുണ്ട്, ഞങ്ങൾ വെറും ഒരു 5 സെന്റ് 6 സെന്റ് കുളത്തിലാണ് ഇട്ടത്. അപ്പം കുളം പരിമിതി ആണെങ്കിൽ അവന്റെ ഗ്രോത്തും കുറയും. ഏത് മീനും വളരുന്നതിന് ഏറ്റവും ബെറ്റർ നാച്ചുറൽ പോണ്ട് തന്നെയാണ്. സിമന്റ് ടാങ്കായാലും പടതാക്കുളമായാലും അതിന് വളർച്ച ഒരുപാട് പരിധിയാണ്. പക്ഷെ എല്ലാം കൊണ്ടും പ്രകൃതിദത്തമായ കുളത്തിൽ കിട്ടുന്ന വളർച്ച നമ്മുടെ ആർട്ടിഫിഷ്യൽ ടാങ്കുകളൊന്നും നമുക്ക് കിട്ടില്ല. പെട്ടെന്ന് വളരാൻ ചെയ്യേണ്ട വേറെ കുറെ കാര്യങ്ങളുണ്ട്. 24 മണിക്കൂർ കയറി ഇറങ്ങി പോകുന്ന വെള്ളം, രാവിലെ വൈകുന്നേരം നല്ല തീറ്റ, വെള്ളത്തിന്റെ pH നോക്കുകയാണെങ്കിൽ മീനിന്റെ വളർച്ച എപ്പോഴും നല്ല